السلام عليكم السلام عليكم ورحمة الله وبركاته. الحمد لله على رفع الأعلى لمن شاء من الصحابة الكرام، والصلاة والسلام على مصباح الظلام وعلى آله المطهرين العظام وعلى أزواجه المبرئين على الدوام وعلى أصحابه العدول الذين نالوا المرام ومن تبعهم بإحسان إلى يوم القيامة. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. وقال رسول الله صلى الله عليه وسلم: ليبلغن هذا الأمر ما بلغ الليل والنهار، أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറയായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നാം സ്നേഹിക്കുന്നവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അള്ളാഹുവിൻ്റെ താഅത്തിലായിട്ടുള്ള ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്: ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആനെ നാമാണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. എന്നുവരെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുമോ അന്നുവരെ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമും നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് എന്നുവരെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുമോ അന്നുവരെ ദീനുൽ ഇസ്ലാം യാതൊരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ തങ്ങൾ ധാരാളമായി പല ഹദീസുകളിലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ദീൻ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരുന്നതാണ്. ലോകം മുഴുവൻ ഈ ദീൻ പരന്നൊഴുകുന്നതാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്: ലയബലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈലു വന്നഹാർ. ഈ കാര്യം, അഥവാ ഈ ദീൻ രാപ്പകലുകൾ എവിടെയെല്ലാം സംഭവിക്കുന്നുണ്ടോ, എവിടെയെല്ലാം രാവും പകലും ഉണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം ഈ ദീൻ എത്തിച്ചേരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. ദീൻ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മുമ്പ് വലിയ വലിയ ഭരണാധികാരികൾ, വലിയ വലിയ രാജാക്കന്മാർ ഈ ദീനിനെ ഇല്ലാതാക്കാൻ, ഈ ദീനിനെ നശിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും ഈ ദീനിനൊരു പോറലേൽപ്പിക്കാനോ ഇതിനൊരു കുറവ് വരുത്താനോ സാധിച്ചിട്ടില്ല. അത് ഇനി സാധിക്കുകയുമില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം കൂടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്: ഈ സമുദായം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പരീക്ഷണങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ വലിയ പരീക്ഷണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ ഭീകരാക്രമണം നടന്നു.
മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടു, പരിശുദ്ധ ഖുർആൻ ശരീഫുകൾ നദിയിലെറിയപ്പെട്ടു, വലിയ ആക്രമണം നടക്കപ്പെട്ടു. മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ അദ്ദേഹത്തിൻ്റെ റിജാലുൽ മുൻദു ഖലഖ ആദമ ഇലൽ ആൻ ലം യുബ്തലു ബിമിസ്ലിഹാ ലകാന സാദിഖ. അഥവാ ഒരു വ്യക്തി പറയുകയാണ്, ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതു മുതൽ ഇന്ന് വരെ ഇതുപോലൊരു പരീക്ഷണം ഉണ്ടായിട്ടില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് സത്യമാകുമായിരുന്നു. അത്തരത്തിലുള്ള ഭീകരാക്രമണമായിരുന്നു അവർ കാഴ്ചവെച്ചത്. എന്നാൽ ആ ഭീകരാക്രമണം നടത്തിയ അതേ താർത്താരികൾ അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പിന്നീട് മുസ്ലിമീങ്ങൾ വീണ്ടും വൻ ശക്തിയായിട്ട് മാറി. ഇത്തരത്തിൽ ചരിത്രത്തിൽ നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ താളുകൾ പുറകിലേക്ക് മറിക്കുമ്പോൾ നമുക്ക് കാണാം, എവിടെയെല്ലാം മുസ്ലിമീങ്ങൾക്കെതിരെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ പരീക്ഷണങ്ങൾക്ക് ശേഷം മുസ്ലിമീങ്ങൾ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസലുൽ മുഅ്മിനി കമസലി ഖാമത്തി സറ. ഈ മുഅ്മിനിൻ്റെ ഉദാഹരണം കുറ്റിച്ചെടി പോലെയാണ്. കാറ്റത്ത് അത് വലിയ ശക്തമായ കാറ്റിൽ അതിങ്ങനെ ആടി ഉലയും. ഫൈദ സകനത് ഇഅ്തദലത്. അഥവാ പരീക്ഷണങ്ങളിൽ അവരിങ്ങനെ ആടി ഉലയും. ഫൈദ സക്കനത്ത്, ആ കാറ്റെല്ലാം മാറി ശാന്തമായി കഴിഞ്ഞാൽ ഇഅ്തദലത്, അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് മടങ്ങി. ഇതുപോലെ തന്നെയാണ് മുഅ്മിനീങ്ങളുടെയും പരീക്ഷണം എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുക? ഇന്ന് മുഅ്മിനീങ്ങൾ, മുസ്ലിം സമുദായം വളരെയധികം പരീക്ഷണങ്ങളിലാണുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാവുക? എങ്ങനെയാണ് അവർ തിരിച്ചു വന്നിരുന്നത്? അപ്പോൾ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കാണാതെ നമുക്കൊരു തിരിച്ചുവരവ് സാധ്യമാവുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അല്ലാഹു ഒരു നാടിൻ്റെ ഉദാഹരണം പറയുകയാണ്. കാനത് ആമിനതൻ മുത്മഇന്ന, വളരെ ശാന്തമായ, വളരെ സമാധാനപരമായ ഒരു നാട്. അല്ലാഹു ഉദാഹരണം പറയുകയാണ്. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. അത് അവർക്ക് ആവശ്യമായ ഉപജീവനം, ആഹാരം എല്ലാ സ്ഥലത്തു നിന്നും യഥേഷ്ടം അവർക്ക് വന്നുകൊണ്ടിരുന്നു. ഫകഫറത് ബിഅൻഉമില്ലാ. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അങ്ങനെ അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട്, അവർ ചെയ്ത കാര്യങ്ങളുടെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും ആവരണം അണിയിച്ചു. ഇന്ന് നമ്മൾ ഭയത്തിൻ്റെ ആവരണം അണിയിക്കപ്പെട്ടവരാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും അറ്റത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് മറ്റൊരറ്റത്ത് നടക്കുന്ന മുസ്ലിം മറുപടി പറയേണ്ട അവസ്ഥയിലാണ്. നമുക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം മുമ്പുള്ള ആളുകൾ, മുൻഗാമികൾ തിരിച്ചു വന്നതുപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചു വരാൻ സാധിക്കുക? അതിന് മറുപടിയാണ് ഈ ആയത്ത്. ഫകഫറത് ബിഅൻഉമില്ലാ. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരാതെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ, നമ്മുടെ ജീവിതത്തിൽ തഖ്വ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടാക്കിയെടുക്കാതെ നമുക്കൊരു തിരിച്ചുവരവ് തീർത്തും അസാധ്യമാണ്. ഹിജ്റ 15-ാം വർഷം പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ അതിൻ്റെ അമീറായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന് ഉമർ റളിയല്ലാഹുവിന് ഒരു കത്തെഴുതി. ആ കത്തിൽ ഉമർ റളിയല്ലാഹുവിന് ഒരു വാക്ക് പറയുന്നുണ്ട്, തഖ്വല്ലാഹി അഖ്വൽ മകീദ. അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ് ഏറ്റവും വലിയ യുദ്ധതന്ത്രം. തഖ്വയാണ് ഏറ്റവും വലിയ യുദ്ധതന്ത്രം. അപ്പോൾ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാക്കി തീർക്കുക? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമുക്ക് എങ്ങനെയാണ് സൂക്ഷ്മത ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുക?
അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത്. മരണചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കൽ എളുപ്പമായി തീരും. ഇന്ന് ഈ ഭൂമി ലോകത്തുള്ള വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഏതൊരാൾക്കും 100% ഉറപ്പുള്ള കാര്യമാണ് മരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾക്കും രസങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആ മരണചിന്തയെ മാറ്റി നിർത്തുകയാണ്. ഇന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പല മരുന്നുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. സുഖമായിട്ട് ഉറങ്ങാനുള്ള മരുന്നുകൾ ലഭ്യമാണ്. പലരും നമ്മളുടെ കൂട്ടത്തിൽ പലരും മരുന്നുകൾ കഴിച്ചാണ് ഉറങ്ങുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കില്ല എങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് സുഖമായി ഉറങ്ങാനുള്ള മരുന്നുകൾ ലഭ്യമാണ്, പക്ഷേ സുഖമായി എഴുന്നേൽക്കാനുള്ള ഒരു മരുന്നും മാർക്കറ്റിൽ ലഭ്യമല്ല. ഉറങ്ങുന്ന എത്ര പേർ എഴുന്നേൽക്കുമെന്നുള്ളതിനെ പറ്റി യാതൊരു ഉറപ്പുമില്ല. നമ്മളൊരു മരണവാർത്ത കേൾക്കുമ്പോൾ, ഒരു മരണവീട് സന്ദർശിക്കുമ്പോൾ, ഒരു ഖബർ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടുപോയി എന്ന് ഓർത്തല്ല ദുഃഖിക്കേണ്ടത്, ആവലാതിപ്പെടേണ്ടത്. ഞാനും ഇതുപോലെ മരിച്ചു കിടക്കാനുള്ളതാണല്ലോ, എനിക്കും വരാനുള്ളതാണല്ലോ മരണം എന്നോർത്താണ് നമ്മൾ ആവലാതിപ്പെടേണ്ടത്. ഓരോ നിമിഷവും ഇത് എൻ്റെ അവസാനത്തെ നിമിഷമാണെന്ന് കരുതി നമ്മൾ ജീവിക്കും. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ, അഥവാ ഇത് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ നിമിഷം ഇത് എൻ്റെ അവസാനത്തെ നിമിഷമാണെന്ന് കരുതി നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ സംസാരം വളരെ നന്നായി തീരും, നമ്മളുടെ ഇടപെടലുകൾ വളരെ നന്നായി തീരും, നമ്മളുടെ ഇബാദത്തുകൾ നന്നായി തീരും, നമ്മുടെ നമസ്കാരം നന്നായി തീരും. ഒരിക്കലും നമ്മളെ പിന്നോട്ടടിക്കുകയില്ല ആ ചിന്ത. അതായത് ഇതെൻ്റെ അവസാനത്തെ നിമിഷമാണെന്നുള്ള ചിന്ത. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് 100% പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, മരണത്തിൻ്റെ ഈ ചിന്ത. റോമാ സാമ്രാജ്യത്തിൽ ഒരു വിചിത്രമായൊരു പതിവുണ്ടായിരുന്നു. അവരുടെ ഏതെങ്കിലും രാജാക്കന്മാർ, ഏതെങ്കിലും ഒരു ജനറൽ ഒരു രാജ്യം കീഴടക്കി അവർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തും. ആ ചടങ്ങിൽ മുഴുവൻ ആളുകളും സന്നിഹിതരായിരിക്കും. അദ്ദേഹം വലിയ കിരീടമെല്ലാം, ഈ വിജയിച്ചു വന്ന വ്യക്തി വലിയ കിരീടമെല്ലാം ധരിച്ച് ഇവർക്കെല്ലാം മുമ്പിലൂടെ ഇങ്ങനെ മാർച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ മാർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഭടനെ അയാളുടെ തൊട്ടുപുറകെ അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. അയാൾ ആ രാജാവിനോട്, ആ ജനറലിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റിമെമ്പർ യു വിൽ ഡൈ. ഓർക്കുക, നീയും മരിക്കും. അഥവാ നീ ഇപ്പോൾ ജയിച്ചു എന്ന് വലിയ അജയ്യനായി എന്നൊന്നും നീ വിചാരിക്കേണ്ട, ഒരു ദിവസം നീയും മരിക്കാനുള്ളതാണ് എന്നുള്ള ചിന്ത അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടി, അഹങ്കാരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിലും മരണത്തെ പറ്റിയുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഓരോ മരണവാർത്തയും നമ്മളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും എൻ്റെ വാർത്തയും ഒരു ദിവസം ഇതുപോലെ കേൾക്കാനുള്ളതാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അത്. നമ്മൾ ഒരാൾ മരണപ്പെട്ടത് കേട്ടാൽ നമ്മൾ പറയുന്ന ദുആ പോലും അത് നമ്മളെപ്പറ്റി തന്നെയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാനും നിന്നിലേക്ക് മടങ്ങി വരാനുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ആ ദുആയിൽ പറയുന്നത്. നമ്മൾ പലപ്പോഴും 10-20 കൊല്ലം ഗ്യാരണ്ടിയുള്ള വസ്തുക്കൾ വാങ്ങിക്കാറുണ്ട്. എന്നാൽ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്ന നമുക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, എത്ര നാൾ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടിയും ഒരാൾക്കും ഈ ഭൂമി ലോകത്ത് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ നൽകപ്പെടണമായിരുന്നെങ്കിൽ അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടുമായിരുന്നു. നബി തങ്ങളെ, താങ്കൾ മരണപ്പെട്ടു പോകുമെങ്കിൽ അവർ ശാശ്വതമായിട്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ജനിച്ചു വീണ അന്നു മുതൽ മരണത്തിൻ്റെ ക്യൂവിലാണുള്ളത്. ഈ ക്യൂ വളരെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ക്യൂ ആണ്. ഇതിൽ വളരെ പ്രായമായവർക്ക് മുമ്പിൽ കയറി ശക്തരായ യുവാക്കന്മാർ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനു മുമ്പിൽ ചെറിയ കുട്ടികൾ കയറി നിൽക്കുന്നുണ്ടാവും.
ആദ്യം വന്നവരെന്നോ അവസാനം വന്നവരെന്നോ ഒരു വ്യത്യാസമില്ലാത്ത വളരെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ക്യൂ ആണ്. നമ്മൾ ആ ക്യൂവിൽ എത്രാമതാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് മുമ്പിൽ എത്ര പേർ ബാക്കിയുണ്ട് അതറിയില്ല. ഓരോ നിമിഷവും ഈ ക്യൂ ഇങ്ങനെ മുമ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിൽ WHO കണക്ക് പ്രകാരം ഓരോ സെക്കൻഡിലും 2 പേർ വെച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്യൂ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കെട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, മരണം ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചയായ വസ്തുതയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ സൗകര്യപൂർവം ആ ചിന്തയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മരണഭയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മളൊരു സുഹൃത്തിനെ കാണാതായാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാണാതായാൽ, അവൻ അവിടെ എത്തിയിട്ടില്ല ഇവിടെ എത്തിയിട്ടില്ല എന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ, അത് മറ്റൊന്നുമല്ല, മരണഭയമാണ്. മലയാളത്തിലെ ഒരു വലിയ എഴുത്തുകാരൻ, വലിയ അംഗീകാരങ്ങളും അവാർഡുകളും എല്ലാം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ നിമിഷം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ വളരെ ചെറുതായിരുന്ന സന്ദർഭത്തിൽ അവനൊരു അസുഖം ബാധിച്ചു. അങ്ങനെ ഞാൻ അവനെ എടുത്തുകൊണ്ട് ഓടി, ആശുപത്രിയിലേക്ക് ഓടി. എൻ്റെ മകൻ സംസാരിക്കുന്നില്ല, അവൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ഞാൻ ആകെ ഭയപ്പെട്ടു. അങ്ങനെ ഇവനെ വാരിയെടുത്ത് ഞാൻ ആശുപത്രിയിലേക്ക് ഓടുന്ന സമയത്ത് എൻ്റെ കാല് തട്ടി ഞാനൊന്ന് വീണു. ആ സമയത്ത് എൻ്റെ കുട്ടിയൊന്ന് കരഞ്ഞു. അവൻ്റെ ആ കരച്ചിൽ കേട്ടപ്പോൾ എൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവന് ജീവനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷമുണ്ടല്ലോ, അതാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന നിമിഷം എന്ന് അദ്ദേഹം പറയും. മരണഭയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. മരണപ്പെട്ടു പോകുമെന്നുള്ള ഭയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത നമ്മൾ പലപ്പോഴും അകറ്റി നിർത്തുകയാണ്. കാരണം നമുക്ക് സന്തോഷിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉറ്റവരുടെ മരണം കാണാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഉമവി ഖലീഫയായ ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഒരിക്കലൊരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിൻ്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നതായിട്ട്. അപ്പോൾ അദ്ദേഹം ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തേടി ഒരു പണ്ഡിതനെ വിളിച്ചു. ആ പണ്ഡിതൻ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഇതൊരു ദുഃഖവാർത്തയാണ്. താങ്കളുടെ കുടുംബത്തിലുള്ള ഓരോ ആളുകളായിട്ട് മരണപ്പെടും. നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും മരണത്തിന് സാക്ഷിയാകും. നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും മരണം നിങ്ങൾ കാണേണ്ടി വരും. ഇവരുടെ എല്ലാവരുടെയും മരണത്തിന് നിങ്ങൾ സാക്ഷിയാകുമെന്ന് ആ പണ്ഡിതൻ പറയും. അദ്ദേഹത്തിന് ആ സ്വപ്നവ്യാഖ്യാനം തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മറ്റൊരു പണ്ഡിതനെ വിളിച്ചു. അടുത്ത പണ്ഡിതൻ വന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവ്, ഇത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉണ്ടാവുക നിങ്ങൾക്കാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പാരിതോഷികങ്ങളെല്ലാം കൊടുത്ത് ആ പണ്ഡിതനെ പറഞ്ഞയച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യം. ഒരാൾ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരുടെയും മരണം കാണേണ്ടി വരും. ഒരാൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉണ്ടാകും. രണ്ടും സംഭവിക്കുന്നത് ഒരേ കാര്യം തന്നെ. പ്രിയപ്പെട്ടവരെ, മരണത്തെ നമ്മൾ വെറുക്കുന്നുവെങ്കിൽ, മരണത്തെ ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, നമ്മൾ ആ ചിന്ത മനഃപൂർവ്വം മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ മനസ്സിലാക്കുക, ദുന്യാവിനെ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ദുന്യാവ് നമ്മുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല, നമ്മൾ തയ്യാറല്ല. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്
നമ്മളുടെ പ്രതാപകാലത്തിലേക്ക്, നമ്മളുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടാക്കിയെടുക്കണം, നമ്മളുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കണം, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എപ്പോഴും മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ കൂടെ കൂട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.